അസ്സലാമു അലൈക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഹിന്ദുവായ ഒരു ചെറുപ്പക്കാരനും ഒരു മുസ്ലിമായ ഒരു പെൺകുട്ടിയും തമ്മിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചു എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാനതിൽ സംസാരിച്ചത്. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക വ്ളോഗർമാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ അവരുടേതായ വീഡിയോകൾ ചെയ്തിരുന്നു. കുറേ ആളുകൾ അത് വെറും ഫേക്കാണെന്നും അതൊരു AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ചിത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അതിൽ ന്യായീകരിച്ചു. അതിൽ മറ്റു ചില ആളുകൾ അതിലും മതവർഗീയതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതലും പ്രതികരിച്ചത് ആ കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ചായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നൊന്ത് പോറ്റി പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കിയ ഒരു മകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉമ്മയും ഉപ്പയും ഒക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അതും അന്യമനസ്സനായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉണ്ടാകുന്ന വേദന, അതിൻ്റെ പ്രയാസം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വെച്ചത്. കാരണം നമുക്കെല്ലാവർക്കും മക്കളുള്ളതാണ്. നമ്മുടെ മക്കൾക്കാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ. എന്നാൽ ഇപ്പോൾ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് ഈ ഓടിപ്പോയ ഈ ഒരു പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും ഒരുമിച്ചിരുന്നു കൊണ്ടൊരു ലൈവ് വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അതിൽ സംസാരിച്ചു വെക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. എൻ്റെ പേര് കിരൺ. എൻ്റെ പേര് ദിയ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു അടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാണ്, അങ്ങനെ സ്നേഹത്തിലായതാണ്. നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിൽ നമ്മൾ എന്തായാലും ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരി മുന്നോട്ടേക്ക് പോയത്. അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല. രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ ഇടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തരും. അതാണ്, ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. അങ്ങനെ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി 27 നിങ്ങൾ എൻ്റെ ഒപ്പം വരുന്നത്. നമ്മൾ എന്നിട്ട് വേറെ എവിടെയും പോയില്ല, നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ SI കണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ വേഗം കല്യാണം കഴിക്കാനുള്ളത് എങ്ങനെയാ വെച്ചാൽ നോക്ക്, എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, അവിടുന്ന് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇപ്പോൾ ഇന്റർകാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറേ അന്വേഷിച്ച് എവിടെ നിന്നാണ് കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി. അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ, അവിടെ എത്തിയിട്ട് അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയാൽ കൈവേഗം മാരേജ് ചെയ്ത് കൊടുക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടതുകൊണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും. അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ അത് നടക്കില്ല എന്നുള്ളതിൽ അവിടെ നിന്നുള്ള ഒരു ചങ്ങായിമാരെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെ അവിടെ ഒരു കോഴിക്കോട് പാളയ റോഡിൽ ഒരു വൈരാഗി മഠം എന്നൊരു മഠം ഇത് കുറിച്ചാണ് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ആകുമ്പോൾ കാസ്റ്റ് മാറേണ്ട, രണ്ടാൾ കാസ്റ്റ് തന്നെ കഴിക്കാം. അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റുള്ളവർക്കാരും പ്രൊഫഷനുള്ളൊരു മഠ, നമ്പരല്ല. അപ്പോൾ അതും കുറേ ആൾക്കാർ വ്യാജ ഇതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലെ മുത്തപ്പൻ്റെ എല്ലാം നമ്മൾ മഠം പോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മഠാണത്. ചടങ്ങുണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമുക്കറിയില്ല, ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് അതിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്, അപ്പോൾ അല്ലെങ്കിൽ 45 ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡിൽ വേണം, അങ്ങനെയുള്ളൊരു വിഷയമുള്ളതുകൊണ്ട് വേറെ രജിസ്റ്റർ ചെയ്തെന്ന് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തീരുമാനം ആക്കി തരാന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ നടത്തിയത്. പിന്നെ നടത്തിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്കിൽ അതിനകത്ത് നിൽക്കാവുന്നുള്ള ലെവലിലും അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കൈപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നടത്തുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്ക് അറിയില്ല. അറിയുന്ന ആൾക്കാർക്ക് ആ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാം. അവിടെ എല്ലാവർക്കും പ്രൊഫഷനുള്ള സ്ഥലമാണ്. അല്ലാണ്ട് നിങ്ങളെ കാസ്റ്റ് മാറ്റാൻ നിന്നിട്ട് ഞാൻ കൊണ്ട് മാറാൻ നിന്നിട്ട് നമ്മൾ രണ്ടാളും ഇന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാളും ഉള്ളത്. പിന്നെ അവിടുന്ന് കോർപ്പറേഷൻ തന്നെ, കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 1-ാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത്. 1-ാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോർപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് 5-ാം തീയതി കിട്ടീന്. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് 5-ാം തീയതി കിട്ടീന്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളവാട്ടം സ്റ്റേഷനിൽ എത്തിന് 1-ാം തീയതി. അങ്ങനെ അവിടുന്ന് നമ്മളെ വീട്ടുകാരെ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങൾ സംസാരിച്ച്, ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിന് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവളെ ഇതിൽ മിസ്സിംഗ് കേസ് ചക്രക്കല്ലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇവിടെ വീട്ടുകാർ ആദ്യം. അപ്പോൾ ഇവൾ അന്ന് എൻ്റെ അപ്പുറം വിട്ടിട്ടുണ്ടായിട്ടാ, ഇവിടെ പോലീസുകാരെ ഇതിലുണ്ടായതന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ടാളെ അന്നെ വിളിച്ചായിരുന്നു, ഇവിടെ വീട്ടുകാരും വിളിച്ചായിരുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. അങ്ങനെ മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവിടെ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വിട്ടതാണ്. അപ്പം അന്ന് തൊട്ടിട്ട് കുറേ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല.
സത്യം പറഞ്ഞാൽ ഒളിവിലിരിക്കുന്ന പോലെയുള്ള റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ളത്. ആരോ ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇവർ 2 കല്യാണം കഴിച്ചതാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചതാണ്. അതൊന്നല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ എന്ന് പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ വേറെ കാസ്റ്റ് മാറാൻ ഇതാക്കാനോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല, എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിംസ് ഫ്രണ്ട്സ് തന്നെയുള്ളൂ. നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പലം ഞാൻ ജനിച്ചു നമ്മളൊന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നു. നമുക്കൊന്നൊരു മതത്തിൻ്റെ പേരിലൊന്നും ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല. എന്നെയും ഇതുവരെ എൻ്റെ ചങ്ങായിമാർ അങ്ങനെ ആക്കിയിട്ടില്ല. ഇതിലാണെങ്കിൽ പരിപാടിക്കാണെങ്കിൽ അവർ വീട്ടിലുള്ള പരിപാടിക്കാണെങ്കിൽ ഞാനും പോകും, അവർ തിരിച്ചു ഇങ്ങനെ തന്നെ. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിനുള്ള വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറയാം, എനിക്ക് 45 വയസ്സായി പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ വീട്ടിൽ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് പറയുന്നത് ഞാൻ ഒന്നും എടുക്കാണ്ട് വന്നത്. അത് പറഞ്ഞിന് അത് വണ്ടിക്കിൽ ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് വന്നതെന്ന്. ഒന്നും എടുത്തിട്ടില്ല വരുമ്പോൾ. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല, പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല, കുറേ പ്രശ്നമെല്ലാം ഉണ്ടായിന്. ഇത് ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കിയേ പറ്റുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് കുറേ കാര്യങ്ങൾ നമുക്കിത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരിയും. ഞാനിപ്പോൾ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കുന്ന ആരും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാന്നും ഇങ്ങനെ പറയുന്ന 2 ഭാര്യമാരുണ്ട്, 2 കുട്ടികളുണ്ട് എന്നെല്ലാം. ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പോൾ അടുത്തുകൊണ്ട് 2 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ടേക്ക് വരണ്ടേ, ഞാൻ കല്യാണം കഴിച്ച ആരെങ്കിലും മുന്നോട്ടേക്ക് വരണം. അപ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത്. എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മളിനിയിപ്പോൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്ളോഗ് ചെയ്ത അവരെല്ലാം നമ്മൾ എന്തായാലും പെറ്റീഷൻ കൊടുക്കും, മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത് വെച്ചാൽ ഇനി. അപ്പോൾ ഇതാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ 2 കൂടി എടുത്ത തീരുമാനം, നമ്മൾ 2 കൂടിയാണ് ഇതാക്കിയത്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ വന്നിന് എന്നാന്നും, പക്ഷേങ്കിൽ ഒന്നിനും ഇല്ലാത്ത കുറേ ചങ്ങായിമാർ ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്നുള്ള രീതിയിൽ അവർക്കും അല്ലാണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവരാരും ഇപ്പോൾ നമ്മൾ എന്നോടൊന്നും മിണ്ടുന്നില്ല, എല്ലാ തെറ്റിദ്ധാരണേൻ്റെ പേരിലാണ്. അപ്പോൾ ഇതെല്ലാം ഇവരിതിൽ പറയുന്നത് ഇവർക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയെന്നാണ്. ആ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാർ? നിങ്ങൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. ആ ചെറുപ്പക്കാരൻ്റെ അമ്മയും അച്ഛനും ഒന്നും വീട്ടിൽ കയറ്റുന്നില്ല, ഈ പെൺകുട്ടിയും അതുപോലെ വീട്ടിൽ കയറ്റുന്നില്ല. സ്വാഭാവികമാണ്. കാരണം ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവരുടേതായ മതവിശ്വാസത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനായിരിക്കും അവരൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അവരുടെ മതവിശ്വാസത്തിൽപ്പെട്ട ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അത്തരത്തിൽ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങൾ 2 പേരും ഇങ്ങനെ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് സ്നേഹമുണ്ടാകുന്നത്? സ്വന്തം മരത്തിൽ തന്നെ പരസ്പരം പലപ്പോഴും സ്നേഹിക്കുന്നത് തന്നെ വലിയ വിഷയങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, മലപ്പുറത്താണ് ഒരു പെൺകുട്ടി അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനെ പ്രണയിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ പെൺകുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞതോടുകൂടി ഈ പെൺകുട്ടി അവസാനം ആത്മഹത്യ ചെയ്തു. അത്തരം സന്ദർഭങ്ങളിൽ പോലും പ്രശ്നങ്ങളുള്ള ഈ ഒരു സമയത്താണ് 2 ഇന്റർ കാസ്റ്റ് മാരേജ്, അതായത് 2 മതങ്ങളിൽപ്പെട്ടവർ തമ്മിൽ ഒരുമിച്ചാകുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക? ഇതിൽ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്, അതൊരു ക്ഷേത്രമല്ല, ഇതൊരു മഠം പോലെയുള്ള ഒരു സ്ഥലത്താണ് തങ്ങളുടെ വിവാഹം നടന്നത് എന്നാണ്. അതിൽ 2 പേരുടെയും ആചാരപ്രകാരങ്ങളുള്ള ചടങ്ങ് നടന്നുവെന്ന് പറയപ്പെടുന്നു. ആ ചെറുപ്പക്കാരന് ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങ് നടന്നുവെന്നും അതോടൊപ്പം ആ പെൺകുട്ടിയുടെ പേരിൽ നിക്കാഹ് എന്ന പേരിൽ ഒരു ചടങ്ങ് നടന്നുവെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ലോജിക്ക് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നിക്കാഹ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ കീഴിലായിരിക്കണം. അതോടൊപ്പം ആ പെൺകുട്ടിയുടെ ഉപ്പയോ, ഇനി ഉപ്പയില്ലെങ്കിൽ തന്നെ ആ ഉപ്പയുടെ സ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയോ ആയിരിക്കണം. അത്തരം സംവിധാനങ്ങളോ ആളുകളോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു നിക്കാഹ് നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇത്തരമൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കാനും സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികളും ഇത്തരത്തിൽ അവരെ പോറ്റി വളർത്തിയ ഉമ്മയും ഉപ്പയും ഒക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അന്യമനസ്സരായ ചെറുപ്പക്കാരോടൊപ്പം ഇറങ്ങിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ബോധവൽക്കരണമാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശരിയും തെറ്റും പറഞ്ഞു മനസ്സിലാക്കി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങിപ്പുറപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ
ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നാളെ ഒരു മാതാപിതാക്കളാകണം. ആ മാതാപിതാക്കളായിട്ട് അവരിൽ നിന്നും അവരുടെ മക്കൾ ഇത്തരത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ അവർക്ക് മനസ്സിലാകും അതിൻ്റെ വേദനയും പ്രയാസവും എത്രത്തോളമാണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.